ഒരിക്കലും നിങ്ങൾ എൻ്റെ ലേഖനം ഒന്ന് വായിച്ചു നോക്കൂ. അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ഒരു വാചകം കൂടി അതിൽ ചൂണ്ടിക്കാണിക്കാൻ ആൾക്കാർ തയ്യാറാണ്. ഞാൻ കേൾക്കാൻ തയ്യാറാണ്. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനത്തിലും എല്ലാറ്റിൻ്റെയും ഫാക്ട്സ് എഴുതിയിട്ടും ആവശ്യമുള്ളവിടെ സംശയം പറഞ്ഞിട്ടും ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതെനിക്കറിയില്ല. വികസനത്തിന്റെ കാര്യത്തിൽ നമ്മൾ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ മറന്ന് വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ ആയിരുന്നാലും ഇന്ത്യയുടെ വികസന കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതല്ലേ? അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ അതന്നെ ഞാൻ പറയുന്ന ആർട്ടിക്കിൾ വായിച്ചു നോക്കൂ. ഞാൻ അതന്നെ പറഞ്ഞത്. ഈ ഇപ്പൊ ഭരിക്കുന്നവരും കൂടി നാളെ പ്രതിപക്ഷത്താവുമ്പോൾ അവരും ഇതിനൊപ്പം നിൽക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിപ്പോ ചൂണ്ടിക്കാണിച്ചത് നല്ലൊരു കാര്യമല്ലേ. ഇനി അവസരം വരുമ്പോൾ ഭരിക്കുന്ന സമയത്ത് ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നു, പ്രതിപക്ഷത്തിൽ വേറെ രീതിയിൽ പ്രവർത്തിക്കുന്നു, അങ്ങനെ വേണ്ടല്ലോ. നമ്മളെല്ലാവരും ചില അടിസ്ഥാന മൂല്യങ്ങളും ചില അടിസ്ഥാന വിശ്വാസങ്ങളും മുന്നോട്ട് പിടിച്ചുകൊണ്ടിരിക്കണം. കോൺഗ്രസ് പറയുന്നത് അവർക്കുള്ള ക്യാപ്സ്യൂൾസ് കിട്ടുന്നില്ല, എല്ലാ ക്യാപ്സ്യൂൾസും BJPക്കുള്ള അനുകൂലമായ ക്യാപ്സ്യൂൾ കിട്ടുന്നു, CPMന് ക്യാപ്സ്യൂൾ കിട്ടുന്നു, കോൺഗ്രസിനൊരു ക്യാപ്സ്യൂൾ കിട്ടുന്നില്ല. എന്ത് ക്യാപ്സ്യൂളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പ്രതികരണങ്ങളെല്ലാം ഡോക്ടർ ശശി തരൂർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ലേഖനം വരുന്നു. അതിനുശേഷം അത് വലിയ വിവാദത്തിലേക്ക് പോകുന്നു. കാരണം സംസ്ഥാന സർക്കാർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം മുന്നിലാണ് എന്ന് പറയുന്നു. അപ്പോൾ CPIM സർക്കാരിനെ LDF സർക്കാരിനെ ആണ് അദ്ദേഹം പുകഴ്ത്തിയത് എന്നുള്ള രീതിയിൽ UDFൽ അതൃപ്തി വരുന്നു. ഒപ്പം തന്നെ മോദിയെ പുകഴ്ത്തുന്നു, കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തുന്നു. ഇത് രാഷ്ട്രീയ നിലപാടുകളാണ്, ഇത് തൻ്റെ സ്വന്തം നിലപാടുകളാണ്, ഇതിൽ രാഷ്ട്രീയം കലർത്തരുത്. ശരിയെന്ന് കണ്ടാൽ ശരിയെന്ന് പറയും, നല്ലത് കണ്ടാൽ നല്ലത് പറയും, തെറ്റെന്ന് കണ്ടാൽ വിമർശിക്കുകയും ചെയ്യും. അത് തൻ്റെ നിലപാടാണെന്ന് ഡോക്ടർ ശശി തരൂർ വ്യക്തമാക്കുകയായിരുന്നു.